മധ്യ ഇസ്രായേൽ നഗരത്തിൽ വീണ്ടും യമൻ ആക്രമണം നടത്തി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നു. ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് രണ്ടിലധികം തവണയാണ് യമനിൽ നിന്ന് മധ്യ ഇസ്രായേൽ നഗരത്തിന് നേരെ ആക്രമണം വന്നത് എന്നുള്ളതും പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. ഗസയുമായി ബന്ധപ്പെട്ട് അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് മധ്യ ഗസയെ കേന്ദ്രീകരിച്ച് കൊണ്ട് നടക്കുന്നതിനോടനുബന്ധിച്ച് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ യമൻ ആക്രമണം നടത്തുന്നത് എന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രതികരണം പുറത്തു വന്നു. നിഷ്ഠൂരവും ഭീകരവുമായിരിക്കുന്ന ചോരക്കഥയാണ് നിലവിൽ ഗസയ്ക്ക് ഇപ്പോൾ പറയാനുള്ളത്. പല റിപ്പോർട്ടുകളും ഇപ്പോൾ മൗനം പാലിക്കുന്നു. ഒരുപാട് വിവരങ്ങളൊന്നും ഗസയെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുറത്തു വരാത്ത വിധം ഇസ്രായേൽ എന്തൊക്കെയോ സംവിധാനങ്ങൾ ആ മേഖല ഒരുക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സാധാരണഗതിയിൽ നിത്യേന 1-2 ആളുകൾ മാത്രം കൊല്ലപ്പെട്ടിരുന്ന ഈ മേഖലയിൽ 10-ലധികം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. സമാധാനം എന്ന രീതിയിലും ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും എന്ന തരത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചു. സൗദി അറേബ്യയും ഖത്തറും UAEയും സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങി. ഇസ്രായേൽ സന്ദർശിക്കാത്തത് കൊണ്ട് ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാവുമെന്നും ഒരുപക്ഷെ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മീഡിയകൾ വലിയ പ്രാധാന്യത്തോടു കൂടി വിലയിരുത്തി. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പൂർണ്ണത വരുത്തിയതിനു ശേഷം മടങ്ങിപ്പോയി എന്ന തരത്തിലാണ് പിന്നീട് ഈ റിപ്പോർട്ടിനെ മാധ്യമ മീഡിയകൾ പ്രചരിപ്പിക്കുന്നത്. ആ തരത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലോ വിചാരിച്ച തരത്തിലോ ഒന്നല്ല കാര്യങ്ങൾ പോകുന്നത്. കാര്യങ്ങൾ മറ്റേ വഴിക്ക് ഇസ്രായേലിൻ്റെ പണികൾ ചെയ്യുന്നു, അതിന് അമേരിക്ക പിന്തുണ കൊടുക്കുന്നു. അത് പരസ്യമായ രീതിയിൽ തന്നെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പിന്തുണയുണ്ട്. മറ്റുള്ള മീഡിയക്കാരെ കാണുന്ന സമയത്ത് വൈകാരികപരമായ രീതിയിലൊക്കെ സംസാരിക്കുന്നു എന്നല്ലാതെ ആസൂത്രിതപരമായ രീതിയിൽ മേഖല കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ ഗസയുടെ ഭാഗത്ത് ആരംഭിച്ചിരിക്കുന്നു. കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്നു. മുൻപ് ഇസ്രായേലിൻ്റെ സൈന്യം ഒഴിഞ്ഞുപോയ മേഖലയിലേക്ക് അവർ അതിശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നു. ആകാശ കരയുദ്ധത്തോടനുബന്ധിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് ചില പ്രദേശങ്ങൾ കീഴടക്കി അവിടെ ഭരണം നടത്തുക എന്നതിനപ്പുറം ആ മേഖല ഒന്നടങ്കം സൈനിക മേഖലയായി പ്രഖ്യാപിക്കാനുള്ള ശ്രമമാണ് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇപ്പോൾ നടത്തിവരിക്കുന്നത്. ഗസയിലെ യാഥാർത്ഥ്യങ്ങളും അതിൻ്റെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളും എല്ലാം യാഥാർത്ഥ്യത്തോടു കൂടിയും സത്യസന്ധമായ രീതിയിലും പുറത്തു വരാത്ത രീതിയിലുള്ള വലിയ മതിൽക്കെട്ടുകൾ ഇസ്രായേൽ തീർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ ഏറെക്കുറെ വലിയ ഇടപെടൽ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. ഇതിനു മുൻപ് ഒരു കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏറെക്കുറെ ഒരു തീരുമാനമായിരുന്നു. അത് അമേരിക്കൻ പ്രസിഡന്റ് മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തോടനുബന്ധിച്ച് ഈ ഖത്തറിൽ വെച്ച് ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികളും ഈജിപ്തിൻ്റെയും ജോർദാൻ്റെ പ്രതിനിധികളൊക്കെ വേറെ വേറെ മാറിയിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ നിത്യേന 400 ഈ വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഗസയിലേക്ക് കടത്തിവിടാൻ വേണ്ടി ഏറെക്കുറെ ധാരണയായിരുന്നു. എന്നാൽ പിന്നീട് എവിടെയോ ഈ ധാരണ തെറ്റിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഗസയെ പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കുന്ന ശ്രമത്തിൻ്റെ അപ്പുറമായ രീതിയിൽ യാതൊന്നും ചെയ്യാനില്ല എന്നിടത്തേക്ക് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റ് നെസറ്റ് പൂർണ്ണമായിരിക്കുന്ന തീരുമാനമെടുത്ത് ആ തീരുമാനം IDF സൈനിക സംവിധാനത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം 9 ബന്ദികളെ മോചിപ്പിക്കാം എന്നുള്ളതായിരുന്നു. 9 ബന്ദികൾക്ക് പകരം 2 മാസത്തെ വെടിനിർത്തൽ, അതോടൊപ്പം തന്നെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ. അതിനോടനുബന്ധിച്ച് അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇസ്രായേൽ പിടികൂടപ്പെട്ട ഹമാസിൻ്റെ തടവുകാരായിരിക്കുന്ന അല്ലെങ്കിൽ ഹമാസിൻ്റെ സൈനികരായിരിക്കുന്ന ആളുകളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഏറെക്കുറെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ തീരുമാനമൊന്നും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫലവത്താവാത്ത രീതിയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ അർത്ഥം പറയുന്നത് അറബ് രാജ്യങ്ങളുടെ നിലപാടുകൾ ഇപ്പോഴും വളരെ കൃത്യമായിട്ടില്ല.
അത് ആർക്ക് പിന്തുണ നൽകുന്നു എന്നതിനെക്കുറിച്ചൊന്നും രൂപങ്ങളായിട്ടില്ല. ശക്തമായിരിക്കുന്ന പ്രതിഷേധങ്ങളൊക്കെ ചില കാര്യങ്ങളിൽ മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ചില കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് അവർ പറയുന്നു, ഗസയിൽ കൃത്യമായ രീതിയിൽ ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഇസ്രായേൽ പരിശോധിക്കണം. ആ കാര്യത്തിന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിൻ്റെ റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇസ്രായേലിൻ്റെ നിയന്ത്രണങ്ങൾ എടുത്തു കളയുക, അല്ലെങ്കിൽ ആ ഭാഗത്ത് കൂടെ ഈ വാഹനങ്ങൾ കടത്തിവിടാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യ ഘട്ടത്തിൽ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീരുമാനമൊക്കെ എടുത്തിരുന്നെങ്കിൽ പോലും പിന്നീട് അത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഗസയെ ആക്രമിക്കുക എന്നുള്ളത് ഒരു നിലപാടായി എടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം ഗസക്ക് നേരെ ഇസ്രായേൽ നടത്തുന്നു. അതിന് ശക്തമായിരിക്കുന്ന ഈ പ്രതിരോധങ്ങൾ ഈ ഫലസ്തീൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ യമൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ പ്രതിരോധം ശക്തമാക്കുന്നു എന്നുള്ളതാണ്. ശക്തമാക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്നു, കരയിൽ നിന്നും ആകാശത്തിൽ നിന്നും കടലിൽ നിന്നും സംയുക്തമായ രീതിയിൽ തന്നെ ആക്രമണം നടത്തുന്ന ഒരു സംവിധാനം യമൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്ന സമയത്ത് അതിൻ്റെ പരിപൂർണമായിരിക്കുന്ന നിയന്ത്രണം ഇപ്പോൾ യമൻ്റെ കയ്യിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അവിടെ നിയന്ത്രണ കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല. ഇവരും തമ്മിലൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതോടുകൂടി അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കില്ലെന്നും പകരം യമനെ അമേരിക്ക ആക്രമിക്കില്ല എന്നുള്ളൊരു കരാർ വ്യവസ്ഥ രൂപം വന്നതിന് ശേഷം പിന്നീട് അമേരിക്കയും യമനും അവിടെ ഏറ്റുമുട്ടിയിട്ടില്ല. മാത്രമല്ല, ചെങ്കടലിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരമാവധി അമേരിക്കയുടെ കപ്പലുകളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കാരണം സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയം അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, നാവികസേനയ്ക്കും ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സാമ്പത്തിക നഷ്ടമുണ്ടാക്കുക എന്നുള്ളത് പ്രയാസമാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ ഈ മേഖല യമനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായിരിക്കുന്ന ഒരു മേഖലയായി മാറി. ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരിക്കലും യമനെ അമേരിക്ക ആക്രമിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി എന്തുണ്ടായി, ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ യമൻ നടത്തുകയും അതിലവർ വിജയിക്കുകയും ചെയ്തു. ആകാശം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. സൗദി അറേബ്യ കടന്നുകൊണ്ടുള്ള, അതല്ലെങ്കിൽ സൗദി അറേബ്യയുടെ അനുമതിയോടുകൂടി അങ്ങനെയും പറയുന്നുണ്ട്. അത് പരസ്യമായിരിക്കുന്ന ഒരു അനുമതി ആയിക്കൊള്ളണമെന്നില്ല. സൗദി അറേബ്യ കഴിഞ്ഞാൽ പിന്നെ ജോർദാൻ കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിനെ ആക്രമിക്കുന്ന ആകാശ യുദ്ധം, അത് ആകാശം വഴി നടത്തുന്ന ആക്രമണം ഈ വഴിയിലും, കടൽ മാർഗമാണെങ്കിൽ ചെങ്കടൽ വഴിയും ശക്തമായിരിക്കുന്ന ആക്രമണം നിരന്തരം വരുന്നു. ഇവിടെ രണ്ട് വിഷയങ്ങൾ പറയുന്നു. അത് പറഞ്ഞതിൽ ഒന്ന്, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമ പരമ്പരയുമായി ബന്ധപ്പെട്ടും അവിടെ നടക്കുന്ന മരണവുമായി ബന്ധപ്പെട്ടുമെല്ലാം കൃത്യമായിരിക്കുന്ന ഒരു വിവരം പുറത്തു വരാത്ത രീതിയിലാണ് സംവിധാനങ്ങൾ ഉള്ളത്. അത് ഒരുപാട് കാരണങ്ങൾ അതിനെക്കുറിച്ച് കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അതിന് മറ്റൊരു ബദലായിരിക്കുന്ന ഒരു രീതി പറയുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേലിലേക്ക് ഇപ്പോൾ യമൻ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ഇസ്രായേലും പുറത്തു വിടുന്നില്ല. വലിയ നിയന്ത്രണം, മാധ്യമ മീഡിയകൾക്ക് വലിയ നിയന്ത്രണമുള്ള ഒരു സ്ഥിതിയാണ് നിലവിൽ ഇസ്രായേലുള്ളത്. അപ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഇസ്രായേൽ ഗവൺമെൻറ് പുറത്തു വിടാത്ത ഒരു റിപ്പോർട്ടും മീഡിയക്കാരോ മാധ്യമങ്ങളോ പുറത്തു വിടാൻ പാടില്ല എന്ന് ഇസ്രായേൽ ഗവൺമെൻറ് അവിടുത്തെ മീഡിയക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇസ്രായേൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പല മീഡിയക്കാരും ഗസയിൽ നടക്കുന്ന സംഭവമൊക്കെ ഇസ്രായേലിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഗസ ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയല്ലാത്തത് കൊണ്ട് ഇസ്രായേലിൽ നിന്ന് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചില റിപ്പോർട്ടർമാർ പറയാറുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് 24 ചാനലായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അത് ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ, ഇസ്രായേലിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 സംഘത്തെ തന്നെ ഇവിടേക്ക് ഇസ്രായേലിലേക്ക് അയച്ചത്. കുറഞ്ഞൊരു ദിവസം മാത്രമാണ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചത്. പിന്നീട് അവർ തിരിച്ചു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും 24 പറഞ്ഞാൽ കേട്ടിട്ടില്ല. അതിൽ അന്ന് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഇസ്രായേൽ നടക്കുന്ന സംഭവം, ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തങ്ങൾ സംഘത്തെ അയക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ സംഘം എത്തിയതും അതിനോടനുബന്ധിച്ച് ഒരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ സൈനിക വിഭാഗം മീഡിയക്കാരെ അവരൊരു വാഹനത്തിലാക്കിയിട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ പ്രശ്നം ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസിൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കാണാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോകും.
ആ കൊണ്ടുപോയിട്ട് കാണിച്ചുകൊണ്ട് അതൊക്കെ റിപ്പോർട്ടാക്കാൻ വേണ്ടി പറയുക. റിപ്പോർട്ടാക്കിയതിന് ശേഷം അവർ തിരിച്ച് മടങ്ങി വരും. സ്വതന്ത്രമായ രീതിയിൽ ഏതെങ്കിലും പ്രദേശത്ത് പോയിട്ട് ഒരു മീഡിയക്കാർക്ക് റിപ്പോർട്ട് തയ്യാറാക്കി അവരുടെ ഇഷ്ടാനുസരണം സത്യസന്ധമായ രീതിയിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ മീഡിയക്കാർക്ക് അധികാരമില്ല. ഇത് യഥാർത്ഥത്തിൽ 24 ചാനലിന് മനസ്സിലായത് അവിടെ എത്തിയതിന് ശേഷമാണ് എന്നാണ് നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് അവർ അവിടുന്ന് ലൈവായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല, അവർ തിരിച്ചു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥിതിയും അങ്ങനെയാണ്. മീഡിയകൾക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിനാൽ ഇസ്രായേലിൽ യമൻ നടത്തുന്ന ആക്രമണത്തിൻ്റെ രൂക്ഷതയും തീവ്രതയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും ലോകത്തിന് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യമൻ്റെ നിരന്തരമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് പല പ്രാദേശിക റിപ്പോർട്ടുകളും വളരെ പ്രാധാന്യത്തോടു കൂടി ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.